നടക്കാട് ഓടല്ല ഓടല്ലേ എങ്ങനെ അങ്ങനെ ഓടിലാടെ ആടില ഓടേ ഇത് പിടിച്ചിട്ട് നിക്കണ്ടേ ഒരു ജലദോഷം ഉണ്ടെന്ന് തോന്നുന്നു. ആ നടക്കാട് ഇതേ നടക്കൂത്തേ സാറേ ഇന്ന് ഞങ്ങൾ ലൈനിൽ പോയപ്പോ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ട്രാൻസ്ഫോർ വല്ലതും കിടന്നു കിട്ടിയാ? ട്രാൻസ്ഫോമർ ഒന്നുമല്ല, ആട്. ഇലക്ട്രിസിറ്റി പോയിട്ട് പുതിയ ആഡ് ഇറങ്ങി, വൈദ്യുതി ഉപഭോഗം കുറയ്ക്കൂ, അതല്ലേ? അതല്ല സാറേ, പിന്നെ ആട്. എങ്ങനെ? ഞങ്ങള് പിന്നെ നമ്മുടെ ആ കവല ഉണ്ടല്ലോ, ആ കവലയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുന്ന സ്ഥലത്തൊരു ട്രാൻസ്ഫോമർ ഉണ്ട്. അവിടെ ഒരു ആടിനെ ഇടയ്ക്കിടയ്ക്ക് കെട്ടലുണ്ട്. അപ്പൊ അത് ആരാണ് എന്താണെന്നൊക്കെ ഞങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ ഒരാൾ ഇതിന് ഉടമസ്ഥരില്ല. അപ്പൊ ഇന്നിങ്ങനെ അന്വേഷിച്ച് പിടിച്ച് എന്ന് നോക്കുമ്പോ ഒരാൾ പറഞ്ഞു ഇതൊരു കള്ളുടിയന്റെ ആടാണ്. അങ്ങനെ കള്ളുടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഈ ആടിനെ ഈ ട്രാൻസ്ഫോമറിന്റെ മുകളിൽ കെട്ടും. കള്ളുടി കഴിഞ്ഞിട്ട് ഇതൊക്കെ ഫിറ്റൊക്കെ ഇറങ്ങി പോകുമ്പോ ഈ ആടിനും കെട്ടഴിച്ചോണ്ട് പോകത്രേ. ഇതാണ് പതിവ്. അതുകൊള്ളല്ലേ ഈ കള്ളുടിച്ച് ഫിറ്റ് ആകുമ്പോ ഇയാൾക്ക് ഇത് തൊഴുത്തായിട്ട് തോന്നി നമ്മുടെ ട്രാൻസ്ഫോമർ. അല്ല എടാ പറഞ്ഞിട്ടും കാര്യമില്ല. അത് തന്നെയല്ലേ 3-4 തവണ ഞങ്ങൾ ഇതിനെ കണ്ടിട്ട് അഴിച്ചു വിട്ടതാണ്. ഇപ്പൊ ഇന്ന് ഞങ്ങൾ ആളുകൾ ചൂണ്ടിക്കാണിച്ച് തരാ ചെയ്തത്. ഈ ആടിങ്ങനെ തലയെത്തിയിട്ട് ഫീസുമായിട്ട് നക്കേണ്. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമുക്ക് ഉത്തരവാദിത്തം പറയേണ്ടി വരില്ല കണ്ടിട്ട്. അതെ കറണ്ട് പോവും. കറണ്ട് പോവും. പിന്നെ ഇത് ചത്തു കഴിഞ്ഞാൽ നമ്മൾ വല്ലതും സമാനം പറയേണ്ടി വരും. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ അതിനങ്ങ് അഴിച്ചോണ്ട് പോകുന്നു. അത് നന്നായി. അതിരിക്കട്ടെ, ഇത് കറവയുള്ള ഒരു പാലുള്ളതാണ് കണ്ടിട്ട് തോന്നുന്നുണ്ട്. ഇതേ പുറത്ത് നോക്കി. അങ്ങനെയാണെ വൈകുന്നേരം ചായ കുടിക്കാൻ, നാട്ടിൻ പാലിൽ ചായ കുടിച്ചിട്ട് ദിവസം നല്ല 1 നമ്പർ മുട്ടനാടാ സാറേ. ഇതെങ്ങനെ മുട്ടനാടാവുന്നത്? പെണ്ണാടല്ലേ? അതല്ലാതെ നല്ല നല്ല മുഴുത്താടാണെന്ന്. കള്ളുടിയാണെങ്കിലോ നന്നായിട്ട് ഭക്ഷണം കൊടുക്കുന്നത് നല്ലോണം നോക്കണാടാണ്. അതെ, അയാൾ കള്ളു കുടിച്ച് കിടക്കുന്നോണ്ട് ഇത് തനിയെ എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിക്കുന്ന ശല്യപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പോലീസുകാരൻ പ്രതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടുന്ന പ്രാഥമിക സൗകര്യങ്ങൾ, ഭക്ഷണമൊക്കെ കൊടുക്കേണ്ടത് പോലീസുകാരുടെ ചുമതലയാണ്. അതുപോലെ നിങ്ങളിപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ് ആടിനെ. ഇതിന് വേണ്ടുന്ന തീറ്റ മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തോണം. എന്തായാലും ഞാൻ പെട്ടാ പിണ്ണാക്കുള്ള പൈസ സാറ് തരൂട്ടാ. അല്ല, അത് ഡിപ്പാർട്ട്മെന്റിന് അങ്ങനെ വകുപ്പില്ല. അല്ല, പറഞ്ഞിട്ട് കാര്യം, കയ്യിൽ പൈസ അല്ലേ സാറേ. ഇത് ഇന്ന് തന്നെ ആള് വന്നില്ല എങ്കിൽ രാത്രിയിൽ ഇവിടെ കെട്ടിയിട്ട് പോകുന്നത് സുരക്ഷിതമല്ല. അല്ല, അപ്പൊ ആരെങ്കിലും വീട്ടിൽ കൊണ്ട് വാസിൽ കൊണ്ടു. അയ്യോ, ഞാൻ കൊണ്ടുപോകില്ല. അല്ലേ തന്നെ വീട്ടില് പെര നിറച്ച ആടാണ്. അതിനൊക്കെ വിൽക്കാൻ പറഞ്ഞിട്ട് അവള് ബഹളമാണ്. അല്ലാതെ പിന്നെ ആര് കൊണ്ടുപോടാ? അത് കൊണ്ടോട്ടേന്ന്. സാറിനല്ലേ എന്റെ ചുമതല. ആടിന്റെ ചുമതലയല്ലേ എനിക്ക്, ഓഫീസിന്റെ ചുമതലയേ ഉള്ളൂ. പിന്നെ ഞാൻ കൊണ്ടുപോകില്ല. നിങ്ങൾ ഏതെങ്കിലും ആടിനെ പൂച്ചയൊക്കെ കൊണ്ടുവന്നിട്ട് അതിന്റെ ചുമതല എനിക്കാണെന്ന് പറഞ്ഞാൽ അല്ല, പിന്നെ എന്ത് ചെയ്യും സാറേ? ഇവിടെ കെട്ടാൻ പറ്റില്ല. കനം കൊണ്ടുപോട്ടെ. ഞാനെങ്ങനെ എന്റെ വീട്ടിൽ എല്ലാ സൗകര്യം ഇല്ലല്ലോ. എടാ, ഇത്ര സൗകര്യം ഒന്നും വേണ്ട. ഒരു തൂണെ പിടിച്ചാണ് കെട്ടിയിട്ട് വെച്ചാൽ പിന്നെ ഒരു ഇത്തിരി കാടിയും കൊടുക്കണം, 1-2 പഴത്തൂലി. എന്നിട്ട് രാവിലെ നീ കൊണ്ടുവരി. ഇതിന് പ്രത്യേകിച്ച് കട്ടിലൊന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ കെട്ടുന്നതെന്ന് പറഞ്ഞാൽ തെരുവ് നായ്ക്കളുടെ ശല്യമുണ്ട്. വേറെ ആരെങ്കിലും അഴിച്ചോണ്ട് പോവാം. പിന്നെ അതിന് സമാനം പറയണ്ടത്. സാർ ഒരു ഓർഡർ അങ്ങോട്ട് ഇട്ടോ, കനകം കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകണം. ഞാൻ മര്യാദക്ക് പറഞ്ഞാണ് അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ഇവനെ ചാടിക്കേറി അയച്ചത്. ഇല്ല, ആളുകൾ ഇങ്ങനെ കംപ്ലൈന്റ് പറയുമ്പോ പിന്നെ നമ്മളെ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ? അല്ല, അത് ചെയ്തത് നല്ല കാര്യം. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഭവിഷ്യത്തുകളാണ് ഞാൻ പറഞ്ഞത്. നമ്മളത് സൂക്ഷിക്കണം. വെയിറ്റ് ചെയ്യാം സാറേ, വെയിറ്റ് ചെയ്യാൻ വരട്ടെ. അതെ, മറ്റേ നമ്മുടെ സ്റ്റാഫ് ഉണ്ടല്ലേ ശാലു, ഒരിത്തിരി കാടി കലക്കി കൊടുക്കാൻ. കാടിയായിട്ടാണ് വരുന്നത്. അല്ല, എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകട്ടെ ബോർഡിന്. വെറുതെ ഇരിക്കുന്ന കാലത്ത് വന്ന് എവിടെ പോയി കിടക്കാന്ന് എനിക്ക് മനസ്സിലാവാതെ. ഒന്ന് വിളിച്ചു പറയാൻ പാടില്ലേ? സമാധാനം തരില്ല. അങ്ങോട്ട് നടക്കാടെ. എന്താ കണ്ടോടെ പിടിച്ചേ? ഇത് എവിടുന്നാന്ന്? വാങ്ങി. ജെല്ല് തുറക്ക്. അതവിടെ കെട്ടണ്ടേ? ഇത് എന്നോട് പറയുന്നത് വാങ്ങി എന്തിനാ? കിടക്കട്ടടി, പല കാര്യങ്ങളും അപ്രതീക്ഷിതമായിട്ടല്ലേ. സത്യം പറയാ, എവിടുന്നാ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് പൊന്നു മോളെ. എവിടുന്നാന്ന് പറ. ഇതേ KSEBയുടെ മറ്റേ ട്രാൻസ്ഫോമറിന്റെ മുകളിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ചങ്ങാതി. അപ്പൊ അതിനഴിച്ചോണ്ട് പോകാ. അയാളോട് പറയാതെയാ? അയാളോട് എന്താ പറയണത്? അതിന്റെ മുകളിലൊന്നും കെട്ടാൻ പാടില്ല. കഷ്ടോണ്ടായിട്ട് അയാള് വിഷമിക്കൂലേ? അയാള് വിഷമിക്കണം, അയാള് വരട്ട്. അയാള് വന്നു കഴിയുമ്പോ ഈ ആടിനെ കൊടുക്കും. എന്നിട്ട് പഴ അടച്ചു കഴിഞ്ഞാൽ വേണം ആടിനെ കൊണ്ടുപോകാം. ദൈവമേ, അതിന് വിശക്കുണ്ട് തോന്നണ പാവം.
ഇതൊരു കാര്യം ഞാൻ കുറച്ച് വെള്ളം കൊടുക്കണം കേട്ടോ. എന്റെ ഏട്ട ഇത് മീണ്ടാപ്രാണി ആയതുകൊണ്ട് ഏട്ടനോടൊന്നും പറയാത്ത അതിന് അതിന്റെ വീട്ടിൽ പോണോന്നുണ്ടാവൂലേ? നീ ആ ഇലയാണ് കൊടുക്ക്. ഇലയൊക്കെ കൊടുക്കാം. വെള്ളം ഉണ്ടാവോ? കാടി ആ കഞ്ഞുള്ളം ഉണ്ട്. കഞ്ഞോളല്ലേ? ആ കഞ്ഞോളം കൊടുക്കണം. എന്നിട്ട് ഇതിനെ ഇവിടെ നിർത്താൻ പോവാണോ ഇനി? ആ ഇതിന്റെ ഉടമസ്ഥൻ വന്നാലേ കൊടുക്കാൻ പറ്റൂ. അപ്പൊ നാളെ ഏട്ട ഓഫീസിൽ പോകുമ്പോ ഇതിനെ കൊണ്ട് പോവാ അങ്ങോട്ട്. എടി ഇത് ഓഫീസിൽ വേണമെങ്കിൽ അവിടെ കെട്ടായിരുന്നു, പക്ഷെ അവിടെ സ്ഥലം ഇല്ലെന്ന്. പുറത്ത് കെട്ടിക്കഴിഞ്ഞാൽ വല്ല പട്ടിയോ നായ വന്ന് കടിച്ച് എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ ആരെങ്കിലും വന്ന് അഴിച്ചോണ്ട് പോവും. അല്ല എനിക്ക് അറിയാൻ പാടാണ്ട് ചോദിക്കാ, ആ ഓഫീസിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഏട്ടന്റെ തലയിലാണല്ലോ. ആ ഇപ്പൊ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരെങ്കിലും വേണ്ട അവിടെ? പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകള്. കഴിക്കേ അതടിച്ചേ. ഏട്ട ഇതിന്റെ ഉടമസ്ഥൻ വന്നില്ലെങ്കിലോ? ഉടമസ്ഥൻ വന്നില്ലെങ്കിൽ ഇതിന് ലേലം ചെയ്യും ഞങ്ങള്. ലേലം ചെയ്യണ്ട, നമുക്ക് ഇവിടെ വേണമെങ്കിൽ നിർത്താം. ആ പിന്നാലോചിക്കാം. അപ്പൊ ഇവിടെയാണോ കെട്ടണേ? ഇവിടെ അല്ല, നമുക്ക് രാത്രി അങ്ങോട്ട് കെട്ടേണ്ടി വരും. എവിടെ? അതിനുള്ളിൽ കെട്ടണം. ഏട്ടന്റെ കൂടെ കിടത്തിക്ക് വന്നാ. അല്ലാതെ പുറത്ത് കെട്ടിക്കൂടാന്ന് ആരെല്ലാം അഴിച്ചോണ്ട് പോയാല്? പിന്നെ അകത്ത് കിട്ടേ? ആ രാത്രി അതിന്റെ ഉള്ളിൽ കിടന്നോട്ടെ. ചാക്ക് എന്തായാലും കിട്ടുമോ? ചാക്ക് ഉണ്ടാവും. ആ ചാക്ക് നിലത്താണ് വിരിച്ചിട്ട് അവിടെ കിടന്നോട്ട്. ആ ഒരു നാറ്റുണ്ടാവുന്നേ ഉള്ളൂ, അത് കുഴപ്പമില്ലാന്ന് വെക്കാം. അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? മൂത്രമൊക്കെ കഴിക്കും. പക്ഷെ പാവട്ടോ ഏട്ടാ, അതിന് വിശക്കുണ്ട്. എന്താന്ന്? ആട് 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 കൊള്ളാലോ. ഐ. ഇത് എവിടെ നിന്നറിയാ? ആ ഇതിനൊരെണ്ണം വാങ്ങിച്ചു. ആരെയും വാങ്ങിയോ? ആ നിനക്ക് എന്തെങ്കിലും ഒരു പണിയാവട്ടെ എന്ന് വിചാരിച്ചേ. എനിക്കെന്ത് പണി? അല്ല എപ്പോഴെങ്കിലും ഇതേപോലെ ആളിന് ഇലയൊക്കെ വെട്ടി കൊടുക്കുക, പുറത്തുകൂടെ കൊണ്ടുപോവുക. ഇവിടെ എന്റെ ആണികളെ നോക്കാൻ തന്നെ എനിക്ക് സമയം കിട്ടുന്നില്ല. അണികളെ കറന്നാ പാല് കിട്ടില്ലല്ലോ, ആടിനെ കറന്നാ പാല് കിട്ടും. നീ ഒരു കാര്യം ചെയ്യ്, ഒരു ഗ്ലാസ് എടുത്തോണ്ട് വന്നോ. എന്തിന്? ചായ ഉണ്ടാക്കാം. ചായ ഉണ്ടാക്കാനാ? ആ അതെ കറന്ന പാല് കിട്ടുന്നു. പോയേട്ടാ അവിടെ. അതിനൊക്കെ സമയവും കാലവും ഉണ്ട്. തോന്നുമ്പോ അങ്ങനെ കറക്കാനൊന്നും പറ്റും. നീ ഇത് എന്തിനും അത് പിടിച്ചു കൊടുക്കാറ്. പിടിച്ചു കൊടുക്ക്. ഞാൻ കൊടുത്ത ചിലപ്പോ തിന്നില്ലെങ്കിലോ? പിടിക്ക് അങ്ങോട്ട്, അതിന് വിശന്നിട്ട് വയ്യ. പിടിച്ച ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം. സംഗതി കൊള്ളാളിയാ. എന്താ ഈ വില എത്ര ഇത്? വിലയുടെ കാര്യം ഒന്നും പറയണ്ട. പൈസ കൊടുത്തില്ലേ? ആ പിന്നെ പൈസ കൊടുത്തില്ലേ? 10-18,000 റുപ്യ കളിയാ. എത്ര? 18,000. 18,000 കളിനെ പറ്റിച്ചു കേട്ടാ. ഇത് നാടനല്ലേ ഇത്? ഇതൊരു 12 രൂപ. ഏയ് 18. നീ ഇത് നീ ഇതല്ലേ തന്നെ ഇതല്ലേ? ഏല തീരാറായി ക്ലീറ്റ ചേട്ടാ, കുറച്ചുകൂടി കൊണ്ടുവരോ? ഈ പാതിരാത്രിയാ? ഏല നമുക്ക് വെട്ടാം. ആ നീ ആ കത്തിയും എടുത്തോ. ഞാൻ കുറച്ചുകൂടെ പ്ലാര് അല്ലെങ്കിൽ ക്ലീറ്റ പോയിട്ട് എവിടെ? അതൊന്നും വേണ്ട, അത്ര സ്നേഹമൊന്നും വേണ്ടളിയാ. ഇത്തിരിയല്ലേ പറിച്ചോണ്ട് വാ ക്ലീറ്റ ചേട്ടാ. ആ തക്കളി മോള് ഉറക്കമായില്ലേ? അവളെ ഒന്ന് കാണിച്ചു കൊടുക്കായിരുന്നു. തങ്ക എന്തി? അവള് കിടന്നു. കിടന്നു. അപ്പൊ സമയം ഒരുപാടായോ? ആ പിന്നല്ല.